കോഴിക്കോട് താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകം നിയമസഭയിൽ ഉയർത്തി പ്രതിപക്ഷം. ചർച്ചയ്ക്കിടെ നാടകീയ സംഭവങ്ങൾക്കാണ് സഭ സാക്ഷ്യം വഹിച്ചത്. രമേശ് ചെന്നിത്തല വിഷയം അവതരിപ്പിക്കുന്നതിനിടെ ക്ഷുഭിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടു. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, അങ്ങ് 9 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഈ 9 വർഷത്തിനിടയിൽ ലഹരിയെ നിയന്ത്രിക്കാനോ ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്താനോ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. 9 വർഷം എന്ന് പറയുന്ന കേരള ചരിത്രത്തിൽ ഒരു ചെറിയ കാലയളവല്ല സാർ. പുതിയൊരു എക്സൈസ് നയം വരുന്നു എന്ന് പറയുന്നു. IT പാർക്കുകളിൽ മദ്യം വിളമ്പാം, ഡ്രൈ ഡേ വേണ്ട, ടൂറിസ്റ്റ് സെന്ററുകളിൽ യഥേഷ്ടം മദ്യം നൽകാം, കള്ള് ഷോപ്പുകളുടെ ദൂരപരിധി 400-ൽ നിന്ന് 250 കുറയ്ക്കാം. സാർ, ഇത് ആർക്ക് വേണ്ടിയാണ് സാർ? ലഹരിയെ തടയുമെന്ന് പറയുന്ന നമ്മൾ ഇത് അനുവദിച്ചു കൊടുത്താൽ ഈ തലമുറ നമ്മളോട്, വരും തലമുറകൾ നമ്മളോട് ചോദിക്കില്ലേ സാർ? കേരളം ലഹരി മാഫിയയുടെ കീഴിൽ അമർന്നു കഴിയുമ്പോഴാണ് ഇവിടെ ഇനിയും ഡിസ്റ്ററിയും ബ്രൂവറിയും വൈനറിയും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിൽ കൂടുതൽ മദ്യത്തിന്റെ അവൈലബിലിറ്റി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് ആർക്ക് വേണ്ടി സാർ? ലഹരിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന നമ്മുടെ കൂട്ടായ പരിശ്രമം, ആ പരിശ്രമത്തെ തകർക്കുന്നതല്ലേ സാർ പുതിയ ബ്രൂവറിയും ഡിസ്റ്ററിയും വൈനറിയും ബോട്ടിലിംഗ് പ്ലാന്റുകളെല്ലാം കേരളത്തിൽ സ്ഥാപിക്കാൻ പോകുന്നത്? ഇദ്ദേഹം ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ? വേണമെങ്കിൽ അതാകാം, അതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ. ഇപ്പൊ യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ? യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത്? ഇപ്പൊ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണോ നൽകേണ്ടത്? ഇപ്പൊ അദ്ദേഹം എന്താ നൽകിയത്? ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? എന്തിനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്? ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണോ ശരിയായ രീതി? യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം. ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചാൽ മാത്രം പോരാ, നാടിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനാവണം. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എഴുന്നേറ്റു. സർക്കാർ എഴുതി തരുന്നത് വായിക്കാനല്ല ഇരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ രമേശ് ചെന്നിത്തല അടിയന്തര പ്രമേയം ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ വിഷയങ്ങളെ സമഗ്രമായ രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് മുഖ്യമന്ത്രി അടക്കമുള്ള അധികാരത്തിലിരിക്കുകയാണ്. നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആൾ. നിങ്ങളെ കുറ്റപ്പെടുത്തും. അതിനെന്തിനാണ് അങ്ങ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? അങ്ങേ കുറ്റപ്പെടുത്തും. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാരും മുഖ്യമന്ത്രിയും എഴുതി തരുന്നത് പോലെ പ്രസംഗിക്കാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാണ് വിളിച്ചത്, അല്ലാതെ മോശം പേരൊന്നും അല്ല വിളിച്ചത്. തർക്കം മുറുകിയതോടെ വിഷയത്തിൽ സ്പീക്കർ ഇടപെട്ടു. മുഖ്യമന്ത്രിയുടെ ചീട്ട് തങ്ങൾക്ക് വേണ്ടെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രിയെ പിന്തുണച്ച് മന്ത്രിമാരായ പി രാജീവും എം പി രാജേഷും രംഗത്തെത്തി. പ്രതിപക്ഷത്തിന് സങ്കുചിത രാഷ്ട്രീയമെന്നാണ് കുറ്റപ്പെടുത്തൽ. നിയമസഭയിൽ ചർച്ച തുടരുകയാണ്. സഭയിൽ നിന്ന് ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ഒരു സന്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് ഈ വിഷയം ഏതാണ്ട് 2 മണിക്കൂർ ചർച്ചയ്ക്ക് സഭയിൽ എടുത്തത്. പക്ഷേ ആ സന്ദേശം നൽകുന്ന സമീപനമായിരുന്നില്ല തുടക്കത്തിൽ ഉണ്ടായത്. ഒരു മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ വിളിയിൽ ആ ലക്ഷ്യമാകെ തകിടം മറിഞ്ഞോ ഷഫീദ്? വിജയകുമാർ, ഉറപ്പായിട്ടും. കാരണം ആരോഗ്യകരമായ ഒരു ചർച്ച നിയമസഭയിൽ ഈ അടിയന്തര പ്രമേയ ചർച്ച നടക്കുമ്പോൾ ഉണ്ടാകും എന്നുള്ളതായിരുന്നു നമ്മളാകെ പ്രതീക്ഷിച്ചത്. കാരണം കേരളത്തെ സംബന്ധിച്ച വലിയ രീതിയിൽ ഗൗരവമുള്ളൊരു വിഷയമാണ് സഭയിലേക്ക് ഇന്നെത്തിയത്. പക്ഷേ ആദ്യത്തെ 1 മണിക്കൂർ പിന്നിടുമ്പോൾ അതിലേതാണ്ട് അരമണിക്കൂറോളം സമയം രാഷ്ട്രീയമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി ആ തർക്കം പോയി എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. രമേശ് ചെന്നിത്തലയായിരുന്നു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആ നോട്ടീസിലാണ് ചർച്ച അനുവദിച്ചതും. ആ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ രമേശ് ചെന്നിത്തല ആദ്യം തന്നെ പറഞ്ഞത് കേരളം ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിലാണ്. കൊളംബിയായി കേരളം മാറി. ഏതെങ്കിലും തരത്തിൽ രാസലഹരി തടയാനുള്ള കാര്യക്ഷമമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്ന് തുടങ്ങിയ അദ്ദേഹത്തിന്റെ പ്രസംഗം ഏതാണ്ട് പകുതി ഭാഗം കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയ ആക്ഷേപങ്ങളിലേക്ക് വഴിതെളിച്ചു. കേരളത്തിലെ ക്യാമ്പസുകളിൽ റാഗിംഗ് നടത്തുന്ന SFI പ്രവർത്തകർ, അതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹം നടത്തിയത് DP കേസിലെ പ്രതികൾക്ക് വേണ്ടി അങ്ങേയറ്റം നിലകൊള്ളുന്ന സർക്കാർ എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ള കാര്യം. ഇതൊക്കെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്തത് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നുള്ളത് വിളിച്ചായിരുന്നു. എന്നാൽ ആ വിളി കുറച്ചധികം കൂടിയപ്പോൾ മുഖ്യമന്ത്രി
മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിലേക്ക് ഇടപെട്ടു. എന്തിനാണ് എപ്പോഴും ഇങ്ങനെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഉയർത്തുന്നത്? ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരുമിച്ച് താൻ മറുപടി പറയുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതോടുകൂടി സഭയിൽ ആകെ ഒരു ബഹളത്തിന്റെ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ വിഷയത്തിൽ ഇടപെട്ടു. അദ്ദേഹം പറഞ്ഞത് ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന അങ്ങയോട് ചോദ്യങ്ങൾ ഇനിയും ചോദിക്കും, അതിൽ അസഹിഷ്ണുത വേണ്ട എന്നുള്ളത് തന്നെയാണ്. പിന്നാലെയാണ് ഇക്കാര്യത്തിൽ സ്പീക്കറും നിയമമന്ത്രിയും ഒക്കെ പാർലമെന്ററി കാര്യമന്ത്രിയും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടത്. പ്രതിപക്ഷത്തിന് ചില സങ്കുചിത രാഷ്ട്രീയ താല്പര്യം എന്നുള്ളതായിരുന്നു മന്ത്രിമാരുടെ കുറ്റപ്പെടുത്തൽ. ഏതായാലും അതിനുശേഷം ഇപ്പോൾ പല നേതാക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പല നിയമസഭാംഗങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുൻപ് ഡോക്ടർ എം കെ മുനീർ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ആ താമരശ്ശേരിയിലെ സ്കൂളിൽ താനൊരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കൊണ്ടുപോകാനിരുന്ന സ്കൂളിലെ കുട്ടികളിൽ 5 പേർ കൊലപാതക കേസുകളിലെ പ്രതിയാണ്. മാത്രമല്ല ഈ വിഷയത്തിൽ ഭരണപക്ഷം കാര്യക്ഷമമായി ഇടപെട്ട് മുന്നിട്ടിറങ്ങിയാൽ പ്രതിപക്ഷവും മുന്നിട്ടുണ്ടാകും. അതേസമയം വിമുക്തി പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, എക്സൈസിന് മതിയായ സൗകര്യങ്ങളുണ്ടോ, അതല്ലെങ്കിൽ വിമുക്തി പദ്ധതിയുടെ നടത്തിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ വിചിന്തനം നടത്തണം എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ കൂടി പ്രതിപക്ഷം. ശരി ഷഫീദ്, 2 മണിക്കൂർ ചർച്ചയാണ്, 12 മുതൽ 2 മണി വരെ. അവസാനം മന്ത്രിമാർ മറുപടി പറയും, പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അതിൽ ഇനി പ്രതികരിക്കുമോ, വിശദീകരണം നൽകുമോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ ചർച്ചകൾ, നാടകീയ രംഗങ്ങളൊക്കെയാണ് തുടക്കത്തിൽ നമ്മൾ കണ്ടത്.